വയനാട്ടിൽ നിന്ന് തന്നെയാണ് വാർത്ത. മുമ്പ് പറഞ്ഞാലേ കടുവയും കിടുവയെയും തിരയേണ്ട അവസ്ഥയിലാണ് എന്ന് രജീഷ് നമ്മുടെ വാർത്തകൾ കണ്ടുകൊണ്ട് എഴുതിയത് അക്ഷരം പ്രതി ശരിവെക്കുകയാണ്. ഇതാ നമ്മൾ വയനാട് ബത്തേരി MLA എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതുപോലെ തന്നെ അമരക്കുനിയിൽ കടുവ എവിടെയാണ് എന്നറിയാൻ വനംവകുപ്പ് കെണി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഒരു നാടിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. കടുവയെ പിടിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ വീണ്ടും വളർത്തുമൃഗത്തെ കടുവ ആക്രമിച്ചു കൊന്നു എന്നുള്ളതാണ്. ഏതായാലും വിശദാംശങ്ങൾ അനൂപ് തരും. അനൂപ് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് വീണ്ടും വയനാട്ടിൽ നിന്ന്. അനൂപ്, മുമ്പ് രജീഷ് പറഞ്ഞത് വയനാട് കടുവയെയും കിടുവയെയും തരേണ്ട അവസ്ഥയിലാണ്. ഇതെവിടെയാണ്? പുൽപ്പള്ളിയിലാണോ ഈ കടുവ ആളുകളെ ഭയപ്പെടുത്തി ഇങ്ങനെ കാണാമറയത്ത് നിൽക്കുന്നത്? പുൽപ്പള്ളിയിലാണോ? അതെ, പുൽപ്പള്ളി അമരക്കുനി എന്ന പ്രദേശത്താണ് ആദ്യം കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. പിന്നീട് ഇങ്ങോട്ട് നിരവധി വളർത്തുമൃഗങ്ങളെ പ്രദേശത്ത് കടുവ ആക്രമിച്ചു കൊന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യം ഈ അമരക്കുനിയിൽ നിന്ന് ഇപ്പോൾ കടുവയുള്ളത് കൂടുതൽ ജനവാസ മേഖലയിലേക്ക് ആണ് എന്നുള്ളതാണ്. ആ കടുവ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വനത്തിൽ നിന്ന് കൂടുതൽ അകന്നാണെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ചോപ്രയിലും മറ്റും കണ്ടു. ഇന്നത് ആടിക്കൊല്ലി, ഊട്ടിക്കവല തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ്. അവിടെയാണ് ഇന്ന് ഒരു ബിജു എന്നയാളുടെ ഒരു ആടിനെ, വളർത്തുമൃഗത്തെ ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി കടുവ ആക്രമിച്ചു കൊന്നത്. അത് സാഹചര്യം അല്പം കൂടി ഗൗരവമാക്കിയിട്ടുണ്ട്. ആ പ്രദേശത്ത് നിന്ന് നേരത്തെ കണ്ട സ്ഥലത്ത് കൂടുകൾ വെച്ച സ്ഥലത്ത് 4 കൂടുകൾ വെച്ചിരുന്നു. ആ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് വീണ്ടും ഒരു 1.5 കിലോമീറ്റർ മാറിയാണ് കടുവയുടെ സാന്നിധ്യം ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവിടെയും കൂട് വെക്കാനുള്ളൊരു ശ്രമമാണ് വനവകുപ്പ് നടത്തുന്നത്. ഈ മയക്കുവെടിച്ച് പിടികൂടാനും മറ്റുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നുള്ള കുങ്കിയാനകളും മറ്റും ആ സ്ഥലത്തെത്തി പ്രദേശത്ത് ഇളക്കി മറിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. ഈ അടിക്കാടുകൾ, കുറ്റിക്കാടുകൾ ഏറെയുള്ള തോട്ടം പ്രദേശങ്ങളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള തിരച്ചിൽ കുറച്ച് ദുഷ്കരമാണ്. അതുകൊണ്ട് തെർമൽ ഡ്രോൺ ക്യാമറയും നിരീക്ഷണ ക്യാമറകളും വെച്ചെല്ലാം കടുവയെ നിരീക്ഷിച്ച് സഞ്ചാരപഥം നിരീക്ഷിച്ച് മറ്റുമാണ് ആ കടുവയെ പിന്തുടരുന്നത് വനംവകുപ്പ്. കൂട്ടിൽ കയറുമെന്ന് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം പ്രതീക്ഷിച്ചതാണ്. കടുവ കൂട്ടിനടുക്കത്ത് വരെ എത്തുകയും ചെയ്തു, എന്നാൽ കയറിയില്ല. അത്തരമൊരു സാഹചര്യമുണ്ട്. ഏതായാലും ഇന്ന് ഈ വിധത്തിൽ ഈ പുതിയ പ്രദേശത്ത് കടുവയെ കാണപ്പെട്ട ആശങ്കയുയർത്തുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് തന്നെ ആ കടുവയെ പിടികൂടാനുള്ള തീവ്രമായ ശ്രമങ്ങളിലേക്ക് വനംവകുപ്പിന് എത്തിക്കും. ഏതായാലും ആ ശ്രമങ്ങൾ ഇപ്പോൾ ആ പ്രദേശത്ത് നടക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കടുവയുടെ സഞ്ചാരപഥം നിർണ്ണയിക്കുന്നതാണ് ഇപ്പോൾ വലിയ കുഴപ്പത്തിലാക്കുന്ന ഒരു സാഹചര്യം. അത് വീണ്ടും വീണ്ടും ജനവാസ മേഖലയിലേക്ക് കയറിപ്പോവുകയാണ്. നേരത്തെ കൂടുവച്ച സ്ഥലത്തല്ല ഇപ്പോൾ ഉള്ളതും അത് മറ്റൊരിടത്തേക്ക് മാറി വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ മാറുന്നു. ശരി അനൂപ്, നമുക്ക് ഏതായാലും ഗുഡ് മോർണിംഗ് കേരളം കൊണ്ട് മാത്രമല്ല ഇനി അങ്ങോട്ടും തുടർച്ചയായി ഈ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. എത്രമാത്രം പുരോഗതി ഇക്കാര്യത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത്.